പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. രാവിലെ കിച്ചണിൽ ഇറങ്ങിയ ഉടൻ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ഇതിലോട്ടൊരു തക്കാളി, പകുതി സവാള, 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ ഈ ഒരു ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. രാവിലെ സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് 1 മുറി തേങ്ങയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. പലർക്കും അറിയാവുന്ന കറിയുടെ റെസിപ്പി തന്നെയായിരിക്കും, പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് പ്രഷർ കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ ഒരു അരപ്പ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. നമ്മൾ തേങ്ങയൊക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കുറവാണ്. ഞാനൊരു നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് വറുത്തൊഴിക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോൾ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ചിറ്റുള്ളി ഉണ്ടെങ്കിൽ 1-2 ചിറ്റുള്ളി ചതച്ചിട്ടിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ സാധാരണ സവാള ഒരു പീസ് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഒറോട്ടിക്കും ദോശക്കും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്നുണ്ടാക്കി നോക്കണേ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഒറോട്ടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു ഒറോട്ടിയുടെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് പലതവണ കാണിച്ചിട്ടുണ്ടേനു. എന്നാലും പലർക്കും സംശയമാണ്, ഇത് പച്ചവെള്ളത്തിലാണോ കുഴച്ചെടുക്കുക, ചൂടുവെള്ളത്തിലാണോ കുഴച്ചെടുക്കുക, അതുപോലെ പരത്തുന്ന സമയത്ത് സൈഡ് വശം വിണ്ടു പോകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല സംശയമാണ്. അപ്പോൾ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ ഒന്നും സംഭവിക്കില്ല കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. പച്ചവെള്ളത്തിൽ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഒറോട്ടിക്കുള്ള അരിപ്പൊടി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി തയ്യാറാക്കി എടുക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് തന്നെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതിയേ. കണ്ണൂരുകാർക്കൊക്കെ അറിയായിരിക്കും ഈ ഒരു ഒറോട്ടി ഉണ്ടാക്കുന്നതും ഒറോട്ടീൻ്റെ അരിപ്പൊടി ഉണ്ടാക്കുന്നതൊക്കെ. പക്ഷെ ബാക്കിയുള്ള ജില്ലക്കാരോടാണ് പറയുന്നത് കേട്ടോ. അവർക്കൊക്കെ പത്തിരിയാണ്, അല്ലാതെ ഈ ഒരു ഒറോട്ടി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ശീലം ഇല്ല. അതുകൊണ്ടാണ് അവർക്കറിയാത്തത്. പലതവണ ഉണ്ടാക്കി നോക്കുമ്പോൾ ശരിയായിക്കൊള്ളും കേട്ടോ. കണ്ണൂരുകാരൊക്കെ ഈ ഒറോട്ടിക്ക് എക്സ്പേർട്ടാണ്. കാരണം എല്ലാവരും സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു ഒറോട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ അരിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് 5-6 ഒരുമിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2-3 മെമ്പേഴ്സൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്കിന്ന് 2 പണിക്കാർ കൂടിയുണ്ട്. അവർക്ക് കൂടിയിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. മുറ്റത്ത് ചെറിയൊരു പണിയുണ്ട്, അതിന് 2 പണിക്കാരുണ്ടായിരുന്നു.
അപ്പോൾ അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ കറിയും ഒറോട്ടിയും ഒക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ അരിപ്പൊടി ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും ഹാർഡായി പോവില്ല, നല്ല സോഫ്റ്റായിട്ടുള്ള ഒറോട്ടി തന്നെയായിരിക്കും. കണ്ടല്ലോ. അങ്ങനെ 9:30 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയെന്ന്. അതിനുശേഷം ചോറിൻ്റെ പണികളൊക്കെ തുടങ്ങണം, പണിക്കാർക്ക് ഫുഡൊക്കെ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചോറിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് പച്ചക്കറിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. മീൻ കറിയും വെജിറ്റബിൾസൊക്കെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ സാധാരണയായിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന പണിയാണ്. ആദ്യം തന്നെ വെജിറ്റബിൾസൊക്കെ എല്ലാതും ഒരുമിച്ചിട്ട് കട്ട് ചെയ്ത് വെക്കും. എന്തിനൊക്കെയാണോ വെജിറ്റബിൾസ് ഉള്ളത് അതൊക്കെ കട്ട് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഫിഷ് ഉണ്ടെങ്കിൽ അതിൽ മസാലയൊക്കെ തേച്ച് വെക്കും. അതിനുശേഷം മാത്രമാണ് എല്ലാം ഒരുമിച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി തീരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? നിങ്ങളെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കൽ എന്നൊക്കെ പറയണേ. ചിലരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്താണ് കട്ട് ചെയ്യും, അതിനുശേഷം ഉണ്ടാക്കും, എന്നിട്ട് അടുത്തത് കട്ട് ചെയ്യും, അതുണ്ടാക്കും, അങ്ങനെയാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ, എല്ലാതും ഒരുമിച്ച് കട്ട് ചെയ്ത് വെക്കും. അതിനുശേഷമാണ് ഞാൻ കുക്ക് ചെയ്യൽ തുടങ്ങുന്നത്. ഈ ആദ്യം മീൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത് മറ്റൊരടുപ്പിൽ ചോറിന് വെള്ളം വെച്ചിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ പലതവണ കാണിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. പച്ചമാങ്ങയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ മീൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങക്ക് പുളി കുറവാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇന്ന് ഓല മീനാണ് കിട്ടിയത്. ഓല മീനിൽ നിന്നാണ് അവർ പറഞ്ഞത്, എനിക്ക് അറിയില്ല കേട്ടോ കൃത്യമായിട്ട്. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം. അതേസമയം തന്നെ മറ്റൊരടുപ്പിൽ ഞാൻ പപ്പടം വറുത്തെടുത്തിട്ടുണ്ട്. ഓയിലിൽ തന്നെ കാബേജ് തോരൻ ഉണ്ടാക്കിയെടുക്കുകയെന്ന്. ആദ്യം തന്നെ പപ്പടം വറുത്തെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഓയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഓയിൽ ചൂടാറുന്നതിന് മുമ്പ് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതിൽ കാബേജ് തോരൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് മീൻ കറിയിൽ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. കാബേജും ഇവിടെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ജസ്റ്റ് ഡേ മൈ ലൈഫിൽ ഞാൻ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ വീഡിയോ ചെയ്യലൊക്കെ വളരെ കുറവാണ്, പക്ഷേ എല്ലാവരും പരാതി പറയുന്നത് വീഡിയോ ഇടയിട്ട്. അതുകൊണ്ട് ഇടയ്ക്കിടെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ച്. അങ്ങനെ കാബേജ് തോരനും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെണ്ടക്ക തോരനും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനെ. അപ്പോൾ അതൊക്കെ ആകുമ്പോഴൊക്കെ ഏകദേശം ചോറിൻ്റെ സമയമായി. അങ്ങനെ പണിക്കാർക്കുള്ള ചോറൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളും ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഇനി അടുത്ത പരിപാടി ക്ലീൻ ചെയ്യലാണ്. ഇഷ്ടംപോലെ പാത്രങ്ങളൊക്കെ ഉണ്ട്, കൗണ്ടർ ടോപ്പും വൃത്തിയാക്കണം. അങ്ങനെ വൈകിട്ട് പണിക്കാരൊക്കെ പോയതിന് ശേഷം നമ്മളൊന്ന് പുറത്ത് പോവുകയെന്ന്. അനിയൻ്റെ വീട് വരെയാണ് പോകുന്നത്. അഞ്ചരക്കണ്ടിയാണ് അനിയൻ്റെ വീട് വരുന്നത്. വരുന്ന ഞായറാഴ്ച അനിയൻ്റെ മകളുടെ കല്യാണമാണ്. 13-ാം തീയതി, 12-ാം തീയതിയും 13-ാം തീയതിയും കല്യാണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പോകുമ്പോൾ തന്നെ 6 മണി ആയിട്ടുണ്ടേനു. പണിക്കാരൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ടേനു. നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് അനിയൻ്റെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് അനിയൻ്റെ വീടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. പക്ഷേ രാത്രി ആയത് കാരണം
ഒട്ടും ക്ലിയർ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വീടിൻ്റെ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നീട് ഒരു ദിവസം പകൽ പോകുന്ന സമയത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഏകദേശം ഒരു 7 മണിയാകുമ്പോൾ തന്നെ അവിടെ എത്തി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി പോവുകയെന്ന്. വേറൊരു അനിയനും ഫാമിലിയും അവിടെ വന്നിട്ടുണ്ടേനു. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം അടിപൊളി വരിക്ക ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് എല്ലാവരും കഴിച്ചു. ഈ പ്രാവശ്യത്തെ ചക്ക കാണലാന്ന് കേട്ടോ. നല്ല മധുരമുള്ള ചക്കയായിരുന്നു, മാഷാ അല്ലാ. അപ്പോൾ വീടിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. മൊത്തം ഇരുട്ടാണ്, ക്ലിയർ ഇല്ലാത്തത് കാരണം ഞാൻ എടുത്തിട്ടില്ല. അതിനുശേഷം നമുക്ക് വേണ്ടിയിട്ട് അവർ സ്പെഷ്യൽ ഫുഡൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയും അതുപോലെ ഒറോട്ടിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഒരു 10:30 മണിയാകുമ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് നേരത്തെ കട്ട് ചെയ്ത ബാലൻസ് ഉള്ള ചക്ക നമ്മൾ കവറിലാക്കിയിട്ട് വീട്ടിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെക്കാൻ തോന്നിയില്ല, മാഷാ അല്ലാ. നല്ല മധുരമുള്ള അടിപൊളി ചക്കയായിരുന്നു. അപ്പോൾ കട്ട് ചെയ്യാത്ത ചക്കയും തന്നിട്ടുണ്ട്. കൂടെ കട്ട് ചെയ്ത ആ ഒരു ബാക്കിയുള്ള ചക്ക കൂടി നമ്മൾ കവറിലാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും തിരിച്ചു പോവുകയെന്ന്. ചൂടായത് കാരണം കിടക്കാൻ കഴിയില്ല, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഡേ മൈ ലൈഫ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.